ഇന്ന് നമുക്ക് കൊറിയറായിട്ട് വന്നുള്ളത് ടാറ്റ ടിയാഗോ പെട്രോൾ എഞ്ചിൻ്റെ ECM ആണ്. ഈ ECMൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്യൂൽ പമ്പ് വർക്ക് ആവണില്ല, അതായത് വണ്ടി സ്റ്റാർട്ട് ആവണില്ല എന്നൊരു കംപ്ലൈൻ്റ് ആണ്. നമുക്കറിയാം, ഇതാണ് നമ്മൾ ഫ്യൂൽ പമ്പിൻ്റെ റിലേ. ഇതാണ് റിലേ വരുന്നത്. 4 ലെഗോട് കൂടിയിട്ടുള്ള റിലേ ഉണ്ടാവുക. ഈ 4 ലെഗിൻ്റെ റിലേയിലേക്ക് ECM എന്നുള്ള നെഗറ്റീവ് സപ്ലൈ ആണ് എന്ത് ചെയ്യുക, റിലേയിലേക്ക് കൊടുക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ECM ഒന്ന് അഴിച്ചിട്ട് നമുക്ക് ഇതിൻ്റെ കംപ്ലൈൻറ്റ്സ് എന്തൊക്കെയാണ് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കപ്ലർ വരുന്ന ഭാഗത്ത് വെച്ചിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യാൻ, ഇത് ലിഫ്റ്റ് ചെയ്ത് കൊടുക്കാൻ. നമ്മൾ ECMൻ്റെ കേസ് നമ്മൾ അഴിച്ചിട്ടുണ്ട്. IC ആണ് നമ്മുടെ ഫ്യൂൽ പമ്പിൻ്റെ റിലേനെ കൺട്രോൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ റിലേയുമായി ബന്ധിപ്പിക്കുന്ന കണക്ഷന് നമ്മളെ നെഗറ്റീവ് സപ്ലൈ ആണ് എന്ന് നേരത്തെ ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ട്രാക്കിൽ വരുന്ന കമ്പോണൻസ് നമുക്ക് എന്ത് ചെയ്യണം, ചെക്ക് ചെയ്ത് നോക്കണം. ക്യാൻ ബോക്സുമായിട്ടൊന്ന് കണക്ട് ചെയ്തിട്ട് വർക്കിംഗ് കറക്റ്റ് ആണോ, ഫ്യൂൽ പമ്പ് റിലേ കട്ടാവുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഈ ECMൽ നമ്മൾ ക്യാൻ ബോക്സുമായിട്ട് കണക്ഷൻ കൊടുത്തത് കെ ലൈന് കൊടുത്തിട്ടുണ്ട്, അതേപോലെ പോസിറ്റീവ് സപ്ലൈ, ക്യാൻ ഹൈ, ക്യാൻ ലോ, നെഗറ്റീവ്, അതേപോലെ ഡയറക്റ്റ് പോസിറ്റീവ് സപ്ലൈ. ഇത്രയും കണക്ഷൻസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. ഈ കണക്ഷൻസ് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, സ്കാനിങ് ടൂൾ കണക്ട് ചെയ്തിട്ടുണ്ട്. സ്കാനിങ് ടൂൾ ട്രബിൾ കോഡ് നോക്കുന്ന സമയത്ത് ഇത്രയും ട്രബിൾ കോഡ്സ് ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ സെൻസേഴ്സിൻ്റെ ഇൻപുട്ടൊന്നും നമുക്കിതിൽ കൊടുക്കാത്തതുകൊണ്ടാണ് ഒരുപാട് ട്രബിൾ കോഡ്സ് ആയിട്ട് കാണിക്കുന്നത്. നമ്മൾ ക്യാൻ ബോക്സ് ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ മെയിനും അതേപോലെ തന്നെ നമ്മുടെ ഇഗ്നീഷനും നമ്മൾ എന്ത് ചെയ്യാണ്, ഓൺ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ജസ്റ്റ് ഇഗ്നീഷൻ ഓൺ ചെയ്തു. ഇഗ്നീഷൻ ഓൺ ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യുന്നുണ്ട്, ഫ്യൂൽ പമ്പിലേക്കുള്ള നെഗറ്റീവ് സപ്ലൈ വരുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ECMൻ്റെ കംപ്ലയിൻറ്റ് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റെഡി ആക്കിയിട്ടുണ്ട്.